എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു മീൻ കറിയാണ്. കോട്ടയം സ്റ്റൈൽ മീൻകറി എന്ന് പറയുന്ന കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി സ്റ്റവൽ വെച്ച് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കളറൊക്കെ മാറി വഴട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് 10-15 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 15 ചെറുതായി അരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുത്തിട്ട് കൂടെ തന്നെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 3-4 മിനിറ്റ് ചെറുള്ളി നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. ചെറുള്ളിയുടെ കളറൊക്കെ മാറി സോഫ്റ്റായി കിട്ടും വരെ നമുക്ക് ചെറുള്ളി ഒന്ന് വഴട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ചെറുള്ളി നന്നായി സോഫ്റ്റായി കളറൊക്കെ മാറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടി മാത്രം ഉപയോഗിച്ച് കറി തയ്യാറാക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ചേർക്കേണ്ടതായി വരും. സാദാ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് എരിവുണ്ടായിരിക്കും. ഇനിയിപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കുടംപുളി 1 കപ്പ് വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 500 ഗ്രാം കേരമീനാണ് ഈ കറിയിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് വലുപ്പമുള്ള അയല, മോത, നെയ്മീൻ ഇങ്ങനെ ഏത് മീൻ ഉപയോഗിച്ചും ഈ കറി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുത്തിട്ട് തവി ഉപയോഗിക്കാതെ പാത്രം കയ്യിലെടുത്തൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും മീനൊന്ന് സോഫ്റ്റായി വെന്ത് കറിയൊന്ന് കുറുതായി റെഡിയായി കിട്ടാനായിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കൂടി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കിയിട്ട് കറിയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും മീൻ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യാം. മീനിപ്പോൾ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് തവിയിട്ട് മിക്സ് ചെയ്ത് മീൻ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് മീൻ ചട്ടി കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് കറക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് 1 വട്ടം കൂടി മീൻ ചട്ടി കയ്യിലെടുത്തൊന്ന് കറക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കറി തയ്യാറായതിനു ശേഷം 1-2 മണിക്കൂർ അതുപോലെ തന്നെ മൂടി വെച്ച് മീനിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ച് കറിയൊന്ന് കുറുതായി സെറ്റായതിനു ശേഷം മാത്രം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കറി കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. 2-3 ദിവസം വരെ ഫ്രിഡ്ജിന് പുറത്ത് നമുക്ക് ഈ കറി ചൂടാക്കി സൂക്ഷിക്കാവുന്നതാണ്. ചോറിൻ്റെയും കപ്പയുടെ കൂടെയൊക്കെ ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.